A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Come, be a part of excellence. Be a part of FASC. Fatima College. Molding minds, illuminating lives. Skywave Water and Amusement Park, Kakkadampoyil, Valamthood, Malappuram. Sri Vivekananda Padana Kendram, Palemad, Edakara. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ എക്സ്റേ മെഷീൻ പണിമുടക്കിയിട്ട് 2 ആഴ്ച. പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. തകരാറിലായ എക്സ്റേ മെഷീൻ പ്രവർത്തന സജ്ജമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു അറിയിച്ചു. നിലവിലെ എക്സ്റേ മെഷീൻ അറ്റകുറ്റപ്പണി നടത്തിയാലും ഏത് സമയത്തും തകരാറിലാകാൻ സാധ്യതയുണ്ടെന്നും സൂപ്രണ്ട് പറഞ്ഞു. ശാശ്വത പരിഹാരം ഉണ്ടാവണമെങ്കിൽ പുതിയ എക്സ്റേ മെഷീൻ തന്നെ വാങ്ങേണ്ടി വരുമെന്നും സൂപ്രണ്ട് സമരക്കാരെ അറിയിച്ചു. സംഭവം അതായത് ഇത് കണ്ടീഷൻ അല്ല എന്നുള്ളത് സർട്ടിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷേ മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കണ്ടംനേഷൻ ചെയ്യണമെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടും. ഉദ്ദേശം മനസ്സിലായി, സർട്ടിഫിക്കറ്റ് കിട്ടൂല. ഇപ്പോഴത്തെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ ഒരു എന്താ പറയാ, ഒരു മോട്ടർ കേടുന്നാണ് പറഞ്ഞിരുന്നത്. അത് കോൺട്രാക്റ്റിൽ നിന്ന് കമ്പനിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതവർ 2 days കൊണ്ട് ശരിയാക്കി തരാനാണ് പറഞ്ഞത്. ഇപ്പൊ തന്നെ സ്പൈൻ എക്സ്റേ അല്ലാത്ത എല്ലാ എക്സ്റേയും പോർട്ടബിൾ എക്സ്റേ മെഷീനുകളുണ്ട്. ശ്വാസകോശം എടുക്കാം, ഇത് ഈ ഭാഗം എടുക്കാം, ഇതെടുക്കാം, ഇതൊക്കെ എടുക്കാം. പക്ഷെ ഇത് എടുക്കാൻ പറ്റില്ല. അതാക്കണേ 24 ഡിഗ്രി എന്തോ ഇതാവും തോന്നുന്നു. ചങ്ങാതി ഇപ്പൊ എത്തും. ബാക്കി കാര്യങ്ങളൊക്കെ ഒക്കെ മനസ്സിലല്ല. ജനങ്ങൾ ബുദ്ധിമുട്ടുണ്ട് എനിക്കറിയാം. ഞങ്ങൾ ഇടപെടൽ ഞങ്ങളെ കടമയാണ്. ആളുകൾ ചെയ്തോളൂ. സാങ്കേതിക പ്രശ്നങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇത് കംപ്ലൈന്റ് ആയിട്ടുള്ള കാരണമല്ല ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. പക്ഷെ സമയബന്ധിതമായിട്ട് ഇത് നന്നാക്കുക, അല്ലെങ്കിൽ ചെയ്യണം. നിലവിലുള്ള എക്സ്റേ മെഷീൻ 8 വർഷം പഴക്കമുള്ളതാണ്. അതിനാൽ തന്നെ ഈ എക്സ്റേ മെഷീൻ പ്രവർത്തനരഹിതമാണെന്ന് കാണിച്ച് എക്സ്റേ മെഷീൻ സ്ഥാപിച്ച സൈറിക്സ് കമ്പനി രേഖാമൂലം എഴുതി നൽകണം. സ്ഥലപരിമിതി മൂലം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ 2 എക്സ്റേ മെഷീനുകൾ മാത്രം പ്രവർത്തിക്കാനുള്ള സ്ഥലമാണുള്ളത്. പുതിയ ബ്ലോക്ക് നവംബറിൽ പ്രവർത്തനം തുടങ്ങും. അപ്പോൾ പുതിയ എക്സ്റേ മെഷീൻ വാങ്ങാൻ കഴിയും. ഇതിന് ആവശ്യമായ ഫണ്ട് HMCയിലുണ്ടെന്നും സൂപ്രണ്ട് പറഞ്ഞു. ആയിരക്കണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ എക്സ്റേ മെഷീൻ 2 ആഴ്ചയായിട്ട് പ്രവർത്തനരഹിതമാണ്. അതിനാൽ നിർധന രോഗികൾ സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിക്കേണ്ട അവസ്ഥയുള്ളതെന്ന് യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അമീർ പൊറ്റമ്മൽ പറഞ്ഞു. അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കാമെന്ന് സൂപ്രണ്ട് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ ശക്തമായ തുടർ സമരമുണ്ടാകുമെന്നും അമീർ പൊറ്റമ്മൽ പറഞ്ഞു. ഇന്ന് കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ഹോസ്പിറ്റലിന് മുമ്പിൽ നടക്കുന്ന സമയത്താണ് ഒരു സ്ട്രക്ചറിൽ രോഗിയുമായിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഞങ്ങളൊക്കെ കാണാനിടയായത്. ഉടനെ അതുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണത്തിലാണ് നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ എക്സ്റേ മെഷീന് ആഴ്ചകളോളമായിട്ട് തകരാറിലാണെന്നും ഇവിടെ വരുന്ന അതിസാധാരണക്കാരായിട്ടുള്ള ആളുകൾ പുറത്തു പോയിട്ടാണ് പല എക്സ്റേകളും എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ സൂപ്രണ്ടിന് അതിൻ്റെ നിവേദനം കൊടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ സൂപ്രണ്ടുമായിട്ടും അതുപോലെ തന്നെ എക്സ്റേ കൈകാര്യം ചെയ്യുന്ന ആളുകളുമായിട്ടൊക്കെ ചർച്ച നടത്തി. ഉടനടി ഇതിനൊരു പരിഹാരം കാണാം എന്നുള്ള ഉറപ്പ് യൂത്ത് കോൺഗ്രസിന് സൂപ്രണ്ടിൻ്റെ ഭാഗത്തുനിന്നും ഹോസ്പിറ്റലിൻ്റെ അധികൃതർ ഭാഗത്തുനിന്നും നൽകിയിട്ടുണ്ട്. നമ്മുടെ ആവശ്യം 8 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. ഇത് അടിക്കടി നാശായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പാവപ്പെട്ട രോഗികൾ, വളരെ പ്രയാസം അനുഭവിച്ച് ഈ ഹോസ്പിറ്റലിൽ എത്തുന്ന രോഗികൾ നിരന്തരമായിട്ട് ഈ മെഷീന് നാശാക്കുന്നത് മൂലം അല്ലെങ്കിൽ ഇത് കേടുപാട് വരുന്നത് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ മെഷീൻ മാറ്റി എത്രയും പെട്ടെന്ന് പുതിയ മെഷീൻ വെക്കാനുള്ള സാഹചര്യം ഇവിടുത്തെ HMCയും അതുപോലെ തന്നെ ഇവിടുത്തെ സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നത്. സൂപ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പോൾ HMCയിൽ 1 കോടി രൂപയോളം HMCയിൽ ബാലൻസ് ഉണ്ട്. ആ പൈസ ഉപയോഗിച്ച് ഇത് വാങ്ങാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ക്രിയാത്മകമായിട്ട് ഇടപെട്ടുകൊണ്ട് ഈ മെഷീൻ ഉപയോഗശൂന്യമാണ് എന്ന രീതിയിൽ ആ സർട്ടിഫിക്കറ്റ് ചെയ്തുകൊണ്ട് ഈ മെഷീൻ അടിയന്തരമായി ഇവിടുന്ന് മാറ്റി പുതിയ മെഷീൻ സ്ഥാപിക്കണം.
സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ബോധപൂർവമായി സർക്കാർ ആശുപത്രികളെ തകർക്കാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സൈഫു ഏനാന്തി പറഞ്ഞു. അത്യാഹിത വിഭാഗത്തോട് ചേർന്ന് എക്സ്റേ മെഷീൻ സ്ഥാപിച്ചാൽ രോഗികൾക്ക് ഏറെ സഹായകരമാകുമെന്നും യൂത്ത് കോൺഗ്രസ് പറഞ്ഞു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ എക്സ്റേ മെഷീൻ തകരാറായത് മൂലം മേജർ ഇഞ്ചുറി പറ്റുന്ന മുഴുവൻ രോഗികളും സ്വകാര്യ എക്സ്റേ കേന്ദ്രങ്ങളടക്കം സമീപിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നേടുന്നത്. ഏകദേശം 12 ദിവസത്തോളമായി ഇത്തരത്തിലുള്ളൊരു മെഷീൻ ഇവിടെ തകരാറിലായിട്ട് അതിൽ കൃത്യമായി ഇടപെടാനോ അതിന് പരിഹാരം കണ്ടെത്താനോ ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ല. അത് ഇവിടുത്തെ സ്വകാര്യ ഇതുപോലുള്ള സ്ഥാപനങ്ങളെ സഹായിക്കാനാണ് എന്നുള്ളത് യൂത്ത് കോൺഗ്രസിന് കൃത്യമായ ആക്ഷേപമുണ്ട്. ആനുവൽ മെയിൻ്റനൻസിനടക്കം വലിയ തുക ചെലവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള മെഷീനുകളൊക്കെ ഈ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നത്. എന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൃത്യവിലോപം ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെയുള്ള സൂപ്രണ്ട് അടക്കമുള്ള ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പുറത്തുമൊക്കെ ഈ സൂപ്രണ്ടിൻ്റെയും അതുപോലെ തന്നെ ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ജില്ലാ ആശുപത്രിയുടെ അധികാരികളുടെ പണിക്കപ്പുറം മറ്റ് രാഷ്ട്രീയ പണികൾ എടുക്കുന്ന സമയം ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ കാര്യം കൃത്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും അതുപോലെ തന്നെ സർക്കാരിനെയും അടക്കം ന്യായീകരിക്കാനുള്ള വിടുവേല ചെയ്യുന്ന സമയം ഇവിടുത്തെ ആശുപത്രിയുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ ഇത്തരത്തിലുള്ള അനാസ്ഥകളും ബുദ്ധിമുട്ടുകളും ഈ ആശുപത്രിയിൽ ഉണ്ടാവില്ല. ഇത്തരത്തിൽ ഇതുപോലുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്ക് കൂട്ടുനിന്ന് ഇതുപോലുള്ള കാപട്യം നടത്തി ഈ ആശുപത്രിയെ തകർക്കാനും ഇവിടെ വരുന്ന രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനുമാണ് ഇവിടുത്തെ അധികാരികൾ ശ്രമിക്കുന്നതെങ്കിൽ യൂത്ത് കോൺഗ്രസ് വലിയ സമരവുമായി ഈ ആശുപത്രിക്ക് മുന്നിലുണ്ടാവും. ഇവിടുത്തെ രോഗികളെ ബുദ്ധിമുട്ടിക്കുന്ന ഇവിടെ വരുന്ന ആളുകൾക്ക് വലിയ പ്രയാസമുണ്ടാക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന നടപടി തുടർന്നാൽ വലിയ സമരവുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. നട്ടെല്ല് സംബന്ധമായ എക്സ്റേ ഒഴികെ എല്ലാ എക്സ്റേയും നിലവിൽ എടുക്കാൻ ജില്ലാ ആശുപത്രിയിൽ സംവിധാനമുണ്ടെന്ന് സൂപ്രണ്ട് അറിയിച്ചു. 2 എക്സ്റേ മെഷീനുകളാണ് ഉള്ളത്. ഇതിൽ നട്ടെല്ലുമായി ബന്ധപ്പെട്ടെടുക്കുന്ന എക്സ്റേ മെഷീനാണ് തകരാറിലായത്. എ+ വിഷൻ, നിലമ്പൂർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.